ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർണമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പുതിയ ദിവസവും ദൈവം നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ഇന്നു നാം ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 25 അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ്. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. സ്വർഗീയ പിതാവേ, ഈ മഹത്തായ പ്രഭാതത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനും വെളിച്ചവും പകരുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമപ്പെടുത്തണമേ. ഈ ധ്യാനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 25 അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഖദിരമരം കൊണ്ട് ഒരു മേശയുണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവുമായിരിക്കണം. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കണം. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കണം. അതിന് 4 പൊൻവളയമുണ്ടാക്കണം. വളയം 4 കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം. മേശ ചുമക്കേണ്ടുന്നതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുൻപാകെ വയ്ക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വചനഭാഗത്തിൽ ദൈവം മോശയോട് വിശുദ്ധ മന്ദിരത്തിനായി ഒരു മേശ നിർമ്മിക്കുവാൻ കൽപ്പിക്കുന്നു. ആ മേശയുടെ മുകളിൽ കാഴ്ചയപ്പം എപ്പോഴും വച്ചിരിക്കണമെന്ന് ദൈവം ഈ വചനത്തിലൂടെ നിർദ്ദേശിക്കുകയാണ്. കാഴ്ചയപ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നുവെന്നും അവരുടെ ആവശ്യങ്ങൾ അറിയുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. ഈ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. മേശയുടെ ഓരോ അളവുകളും നിർമ്മാണ രീതികളും ദൈവം കൃത്യമായി നിർദ്ദേശിക്കുന്നു. നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ ക്രമത്തിലും പദ്ധതിയിലും ആയിരിക്കണം. രണ്ടാമതായി, ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം. മേശപ്പുറത്ത് കാഴ്ചയപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള സ്ഥാനം എപ്പോഴും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, ദൈവം നമ്മുടെ പരിപാലകനാണ്. അപ്പം ജീവിത ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. നാലാമതായി, യേശുക്രിസ്തു ജീവൻ്റെ അപ്പമാണ്. പുതിയ നിയമത്തിൽ യേശു തന്നെ ജീവൻ്റെ അപ്പം എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ആഹാരം യേശുക്രിസ്തുവാണ്. അവനോടുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ ആത്മീയ ക്ഷാമമുണ്ടാവുകയില്ല. ഇന്നത്തെ ധ്യാന ചിന്ത, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്? ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ദിവസേന പുതുക്കപ്പെടുന്നുണ്ടോ? ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിലൂടെ ആത്മീകമായി ഞാൻ പോഷിപ്പിക്കപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം.
ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിന് നന്ദി. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ പദ്ധതിയിലും ക്രമത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ ദിവസേന അവിടുന്ന് പുതുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലികളെയും പഠനങ്ങളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് നേരിടേണ്ട എല്ലാ വെല്ലുവിളികളിലും അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കേണ്ടമേ. രോഗികൾക്ക് സൗഖ്യവും, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും, ദുഃഖിതർക്ക് ആശ്വാസവും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സമാധാനത്തിലും സംരക്ഷണത്തിലും ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ച് നടത്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.